മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ കോയിലിലൂടെ നമ്മൾ കറന്റ് പാസ് ചെയ്യുമ്പോൾ കോയിൽ ഒരു മാഗ്നറ്റിനെ പോലെ ബിഹേവ് ചെയ്യുകയും അതൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്നതിനാൽ അതിനെ ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുകയും ഇത് കാരണത്താൽ കോയിൽ ട്വിസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ഇവിടെ ഉണ്ടാവുന്ന ടോർക്ക് കാണാനുള്ള എക്സ്പ്രഷൻ. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് റേഡിയൽ ആയതിനാൽ കോയിൽ ഏത് ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്താലും മാഗ്നറ്റിക് മൊമെന്റും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ എല്ലായ്പ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്പ്രിംഗ് ട്വിസ്റ്റ് ചെയ്യപ്പെടുകയും സ്പ്രിങ്ങിന്റെ ഈ ട്വിസ്റ്റിംഗ് ഒരു കൗണ്ടർ ടോർക്ക് ഉണ്ടാവാൻ കാരണമാവുകയും ഇത് കോയിലിനെ ഒറിജിനൽ പൊസിഷനിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ കൗണ്ടർ ടോർക്ക് കോയിൽ ട്വിസ്റ്റ് ചെയ്യുന്ന ആംഗിളിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇക്വിലിബ്രിയം പോയിന്റിൽ ഈ രണ്ട് ടോർക്കും ഈക്വൽ ആയിരിക്കും. ഇക്വേഷനെ ഈ രീതിയിൽ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ടേമാണ് കറന്റ് സെൻസിറ്റിവിറ്റി. കറന്റ് സെൻസിറ്റിവിറ്റിയുടെ വാല്യൂ 1000 ഡിഗ്രീസ് പെർ ആംപിയർ ആണെങ്കിൽ ഇതിന്റെ അർത്ഥം നമ്മൾ 1 ആംപിയർ കറന്റിനെയാണ് കോയിലിലൂടെ കടത്തിവിടുന്നതെങ്കിൽ അത് 1000 ഡിഗ്രീസ് വരെ ഡിഫ്ലക്ഷൻ കാണിക്കാനുള്ള പ്രവണത കാണിക്കുന്നു എന്നാണ്. പക്ഷെ നമുക്കറിയാം ഇത്രയും വലിയ ആംഗിളിലുള്ള ഡിഫ്ലക്ഷൻ ഇവിടെ പോസിബിൾ അല്ല എന്ന്. ഈ ഗാൽവനോമീറ്ററിന് 1 ആംപിയർ കറന്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇത് കാണിക്കുന്നത്. ഇത്രയും കറന്റ് കടത്തിവിടുമ്പോൾ ഇവിടെ എന്തെങ്കിലും ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ ഗാൽവനോമീറ്ററിന്റെ സെൻസിറ്റിവിറ്റി വളരെ കൂടുതലായിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഈ ഗാൽവനോമീറ്ററിനെ വളരെ കുറഞ്ഞ കറന്റിനെ മെഷർ ചെയ്യാൻ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കൂ. എന്നാൽ കറന്റ് സെൻസിറ്റിവിറ്റിയുടെ വാല്യൂ ഈ രീതിയിൽ വളരെ കുറഞ്ഞ ഒരു വാല്യൂ ആണെങ്കിൽ അതിനർത്ഥം നമ്മൾ 1 ആംപിയർ കറന്റ് കടത്തിവിടുമ്പോൾ ഇത് വളരെ ചെറിയ ഡിഫ്ലക്ഷൻ മാത്രമാണ് കാണിക്കുന്നത് എന്നാണ്. അതായത് ഇത് കറന്റിനോട് അത്ര സെൻസിറ്റീവ് അല്ല. ഇത് കാരണത്താൽ ഈ ഗാൽവനോമീറ്റർ ഉപയോഗിച്ച് വളരെ കൂടിയ കറന്റ് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസോ അല്ലെങ്കിൽ ഏരിയയോ അതുമല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡോ കൂട്ടുന്നതിലൂടെ ടോർക്ക് കൂടുന്നതിനാൽ ഡിഫ്ലക്ഷൻ കൂടുകയും ഇത് കറന്റ് സെൻസിറ്റിവിറ്റി കൂട്ടാനും കാരണമാക്കുന്നു. എന്നാൽ നമ്മൾ സ്പ്രിംഗ് കോൺസ്റ്റന്റിനെയാണ് കൂട്ടുന്നതെങ്കിൽ അത് സ്പ്രിംഗ് സ്റ്റിഫർ ആവാനും കൂടുതൽ കൗണ്ടർ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും കാരണമാവുന്നു. അങ്ങനെ ഇത് വളരെ കുറഞ്ഞ ഡിഫ്ലക്ഷൻ മാത്രമേ അലോ ചെയ്യുകയുള്ളൂ. അതിനാൽ ഇത് കറന്റ് സെൻസിറ്റിവിറ്റി കുറക്കുന്നു. ഈ വാല്യൂസിനെ കൺട്രോൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ആവശ്യമുള്ള സെൻസിറ്റിവിറ്റി ലഭിക്കുന്നു.